പിള്ളേരുള്ളവർ, പ്രത്യേകിച്ച് ചെറിയ പിള്ളേരുള്ളവർ ഈ വീഡിയോ നിർബന്ധമായിട്ടും കേൾക്കുക. നമ്മൾ അറിഞ്ഞും അറിയാതെയൊക്കെ നമ്മുടെ കുട്ടികളോട് ചെയ്യുന്ന ഏറ്റവും വലിയ ദ്രോഹമാണ് വെർച്വൽ ഓട്ടിസം. നമ്മൾ ഓട്ടിസം എന്താണെന്ന് കേട്ടിട്ടുണ്ട്. വെർച്വൽ ഓട്ടിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമിതമായ ഡിജിറ്റൽ സ്ക്രീൻ ഉപയോഗം വഴി വരുന്ന ഒരു കണ്ടീഷനാണ്. അതായത് പിള്ളേർക്ക് അവരടങ്ങി നല്ല കുട്ടികളായിട്ട് ഇരിക്കാൻ വേണ്ടി മൊബൈലും ടാബ്ലറ്റും ലാപ്ടോപ്പും ഗെയിം കൺസോൾസും ടിവിയും ഒക്കെ മണിക്കൂറുകളോളം നമ്മൾ കാണാൻ സമ്മതിക്കാറുണ്ട്. അങ്ങനെ അതിൽ കൂടുതൽ സമയം ചെലവഴിക്കുമ്പോൾ പ്രത്യേകിച്ച് 3 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് അവർ വളർന്നു വരുന്ന സ്റ്റേജിൽ അവർ അച്ചീവ് ചെയ്യേണ്ട കാര്യങ്ങൾ അവർക്ക് പറ്റാണ്ടായി വരും. പിന്നീട് ഭാവിയിൽ അത് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കുകയും പിന്നെ അവർ സംസാരിക്കാൻ വരിക, ചുറ്റുപാട് നടക്കുന്ന കാര്യങ്ങൾ അറിയാണ്ട് വരിക, നമ്മളോ അല്ലെങ്കിൽ സ്കൂളിലൊക്കെ പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റാണ്ടായി വരിക, സോഷ്യൽ സ്കിൽസും കമ്മ്യൂണിക്കേഷൻ സ്കിൽസും ഇല്ലാണ്ട് വരിക, ലാംഗ്വേജ് ഡെവലപ്പ് ചെയ്യാൻ പറ്റാണ്ട് വരിക, ഒന്നിലും ഇൻട്രസ്റ്റ് ഇല്ലാണ്ട് വരിക, ഇമോഷണൽ ഇംബാലൻസ്, ചിലപ്പോൾ ലേണിംഗ് ഡിസബിലിറ്റി വരെ വരാം. വെർച്വൽ ഓട്ടിസം ADHD പോലെ സാമ്യം തോന്നുമെങ്കിലും ഇത് നമ്മൾ കുറച്ച് ശ്രദ്ധിച്ചാൽ മാറ്റാവുന്നുള്ളൂ. അതായത് മൊബൈലും ടിവിയും ലാപ്ടോപ്പും കാർട്ടൂൺസും ഒക്കെ കാണിക്കുന്നതിന് ഒരു ടൈം ലിമിറ്റ് വെക്കുക, ഫിസിക്കൽ ആക്ടിവിറ്റീസ് എൻകറേജ് ചെയ്യുക, പിള്ളേരുടെ കൂടെ അവരുടെ ടോയ്സ് ഒക്കെ വെച്ച് കളിക്കാൻ വേണ്ടി കൂടെ ഫേസ് ടു ഫേസ് ആയി അവരോട് സംസാരിക്കുക, അടുത്തൊക്കെ വേറെ പിള്ളേരുണ്ട് അവരുമായിട്ട് മിങ്കിൾ ചെയ്യാൻ വിടുക, അതുപോലെ ഭക്ഷണം കഴിക്കുമ്പോൾ അതിൽ മാത്രം ശ്രദ്ധിക്കാൻ പറയുക. അതുപോലെ തന്നെ ഇങ്ങനെയൊക്കെ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ ഓട്ടിസം ഇല്ലാതാക്കാം. പിന്നെ നമ്മൾ പേരൻസ് ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എന്ത് ചെയ്യണം എന്നുള്ളത് നമ്മുടെ ചോയ്സാണ്. പക്ഷേ പിള്ളേരുടെ കാര്യത്തിൽ നമ്മളാണ് അവർക്ക് ചോയ്സ് കൊടുക്കുന്നത്, അത് മറക്കണ്ട. അപ്പോൾ ഈ ഒരു അവയർനെസ് വീഡിയോ ഇഷ്ടമായാലും ബാക്കി പേരൻസിനും ഫ്രണ്ട്സിനും ഒക്കെ ഷെയർ ചെയ്യുക, അതുപോലെ ഫോളോ ചെയ്യാനും മറക്കണ്ട. താങ്ക് യു.